സത്യത്തിലും നാവിനാൽ പോരാ വെറും വാക്കുകളാലുമല്ല സ്നേഹിക്കൂ പ്രവൃത്തിയിൽ പൂർണ്ണമായി സത്യത്തിലും. സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം. പ്രിയമുള്ളവരെ, അവന്റെ വേദനയിൽ നിന്റെ ചങ്കുരുകുന്നുണ്ടോ? അവന്റെ കണ്ണുനീര് കാണുമ്പോൾ നിന്റെ ചങ്കിൽ വിഷമം തട്ടുന്നുണ്ടോ? ഇവിടെയാണ് സ്നേഹത്തിന് പ്രസക്തി കിടക്കുന്നത്. അത് എന്റെ ജാതിയിൽപ്പെട്ടവനോ എന്റെ മതത്തിൽപ്പെട്ടവനോ അവന്റെ വേദനയല്ല. ഏതൊരു മനുഷ്യന്റെയും കണ്ണുനീര് കാണുമ്പോൾ ആ കണ്ണുനീര് കണ്ട് എന്റെ ഹൃദയം കലങ്ങുന്നെങ്കിൽ അവന്റെ യേശു വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കോരെ നിങ്ങളും സ്നേഹിച്ചെങ്കിൽ എന്തു മേന്മയാണതിൽ പാപികൾ ചെയ്യുന്ന പോൽ. നിങ്ങൾ സ്നേഹിപ്പോരെ, നിങ്ങൾ സ്നേഹിച്ചെങ്കിൽ എന്ത് മേന്മയാണ് അതില്. നമുക്കറിയാം, മലയാളികൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. പോക്കറ്റടിക്കാർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ കൊള്ളക്കാർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അങ്ങനെ ഇവരൊക്കെ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് അഥവാ ബന്ധങ്ങളുണ്ട്. അവർ തമ്മിൽ ഒരിക്കലും ഒറ്റിക്കൊടുക്കില്ല കേട്ടോ. എന്നാൽ എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവര്, നിങ്ങളെ സ്നേഹിപ്പോരെ നിങ്ങളും സ്നേഹിച്ചെങ്കിൽ എന്തു മേന്മയാണതിൽ പാപികൾ ചെയ്യുന്ന പോൽ. പാപികൾക്കും ഒരു ഇതുണ്ട്. അവരെ ഒരിക്കലും തങ്ങളെ സ്നേഹിക്കുന്നവരെ വെറുക്കില്ല. തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതാണ് പാപികൾ. എന്നാൽ ദൈവത്തെ അറിഞ്ഞൊരു ദൈവ ഇതില് ചെയ്യേണ്ടത് അവന്റെ ശത്രുവിനെ സ്നേഹിക്കണം. യേശു അതാണ് പറഞ്ഞ്, നിന്റെ ശത്രുക്കളെ നീ സ്നേഹിക്കണം. നിന്റെ ശത്രുക്കൾ ദാഹിക്കുന്നെങ്കിൽ അവന് വെള്ളം കൊടുക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അവന് ദാഹിക്കുന്നെങ്കിൽ നീ വെള്ളം കൊടുക്കണം. അവന് വിശക്കുന്നെങ്കിൽ നീ ആഹാരം കൊടുക്കണം. എന്തെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? പ്രിയമുള്ളവരെ, ഒരു ദുഷ്ടനും ഒരു പാപിയും തന്റെ പാപത്തിൽ നിന്ന് നശിച്ച് മരിച്ചു പോകണം ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു മനുഷ്യന്റെ ആത്മാവിന് മുഴുവൻ ലോകത്തേക്കാൾ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണം? അവൻ രക്ഷ പ്രാപിക്കണം. നമുക്കറിയാം, നിങ്ങൾ എല്ലാവരും പലരും കേട്ടിട്ടുണ്ട്, പലരിലൂടെയും കേട്ടിട്ടുണ്ട്. ഈ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ഒരു ഇറച്ചി ആൽബിൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം 5-8 ആൾക്കാരെ കുത്തി കൊന്നതാണ്. കൊന്നതെന്ന് മാത്രമല്ല, കുത്തി കൊന്നിട്ട് ആ കുത്തിയ ചോര അവൻ കത്തിയെന്നെടുത്ത് പഠിച്ച് അവന്റെ നാക്ക് തേച്ചു. അങ്ങനെ ശിക്ഷകളെല്ലാം കഴിഞ്ഞ് വന്ന ജീവപര്യന്തം ശിക്ഷിക്കുന്ന കാലഘട്ടത്തിലാണ് ജയിൽ മിനിസ്ട്രി എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ ഒരു സംവിധാനമുണ്ട്. ജയിലിൽ പോയി അവരെ മാനസാന്തരപ്പെടുത്തുന്ന ധ്യാനം നടത്തി. അങ്ങനെ ധ്യാനം നടത്തിയപ്പോൾ ഇറച്ചി ആൽബിൻ എന്ന് പറഞ്ഞ ആൽബിൻ മാനസാന്തരപ്പെട്ടെന്ന് മാത്രമല്ല തന്റെ പാപത്തെക്കുറിച്ച് വിലപിച്ചു. അവൻ ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞു. ദൈവമേ, അറിയാണ്ട് ചെയ്തു പോയാണ്, അറിവില്ലാത്ത കാലത്ത് ചെയ്തു പോയതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഏത് തെറ്റും ചെയ്തിട്ട് അറിവില്ലെന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമെന്ന്? യാതൊരു സംശയമില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ചെയ്ത പാപം എത്ര കടുചൂപ്പായാലും അത് അനുതാപ ഹൃദയത്തോടെ നീ ഏറ്റു പറഞ്ഞാൽ നിന്റെ പാപത്തിന് മോചനമുണ്ട്. യേശു നിന്റെ പാപത്തിന് വേണ്ടി ബലിയായി തീർന്ന്, അതുകൊണ്ട് തന്നെ നിനക്ക് പാപിയാണെങ്കിൽ പോലും നിനക്ക്